എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വർക്കിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വളകളാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഇത് പഴയ വളയാണ്, നമ്മുടെ കയ്യിലിപ്പോൾ കയർത്തൊന്നുമില്ല, അപ്പം കളയാൻ വേണ്ടി വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ഈ വർക്ക് എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിനായിട്ട് നമ്മളിതിവിടെ വള എടുത്തിട്ടുണ്ട്, പിന്നെ വൂളൻ ത്രെഡ്, പിന്നെ നമുക്ക് പശയും ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഈ എടുത്തിരിക്കുന്ന വള വീതി കുറവായതുകൊണ്ട് ഞാൻ 2 വള ചേർത്തിട്ടാണ് ഈ നൂല് ചുറ്റി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറിലെ നൂലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന നൂലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പം കുറച്ചൊരു വീതി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 വളകൾ ഒന്നിച്ച് ചേർത്താണ് നൂല് ചുറ്റി എടുക്കുന്നത്. ഇത് പശവ് ചൊട്ടിക്കൊന്നും വേണ്ട, നൂല് ചുറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 വള ചേർത്തിട്ട് നമ്മൾ നൂല് ചുറ്റിയെടുക്കുകയാണ്. ആദ്യം ഞാൻ റെഡ് നൂലാണ് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതാ റെഡ് നൂല് ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല തിക്കായിട്ട് നീറ്റായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത വൂളൻ ത്രെഡ് തന്നെ അടുത്തൊരു കളർ, അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ക്രീം കളറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ വളയിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. അതായത് ഒരു ഇൻറ്റു മാർക്ക് പോലെ ഫസ്റ്റ് ആദ്യം ഒന്ന് ചുറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന്, അതായത് അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷൻ വെച്ചിട്ട് പുറത്തേക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു കുഞ്ഞൊരു വീലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും എന്താണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ഈ നൂല് ഒത്തിരി അടുപ്പിച്ചല്ല ചുറ്റേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് അകലം ഇട്ടിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ നൂല് കൊണ്ട് തന്നെ നമ്മൾ കെട്ടി നിർത്തുമല്ലോ, അപ്പോൾ ആ രീതിയിൽ ഒരു കടുംകെട്ട് പോലെ ഇട്ടൊന്ന് നിർത്തിയാൽ മതി. നമുക്കിത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നൂലെല്ലാം കറക്റ്റായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് പുറത്തേക്ക് നിൽക്കുന്ന ആ നൂലിൻ്റെ തുമ്പുകൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ചുറ്റിയെടുത്ത 3 വളകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതായത് 2 എണ്ണം ചേർത്ത് ഒറ്റ വളയാക്കിയിട്ടുള്ള 3 എണ്ണം. 3 ഈ കാണുന്ന രീതിയിലുള്ള 3 എണ്ണമാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ വീതിയുള്ള വളയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വള എടുത്താൽ മതി. പിന്നെ ഇനി വേണ്ടത് ഒന്നെങ്കിൽ നീളത്തിലുള്ള കമ്പ് വേണം, കമ്പോ വടിയോ അങ്ങനെ എന്തെങ്കിലും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മറ്റേ കേബിളിൻ്റെയൊക്കെ ഇത് വരുന്നൊരു വയറുണ്ടല്ലോ, അപ്പോൾ അത് പുറത്ത് കിടന്നതാണ്. അപ്പോൾ അത് നമ്മൾ നോർമലി കത്രികയും ഇതൊന്നും വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് പിച്ചാത്തി വെച്ചൊക്കെ അറുത്ത് മുറിച്ചൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ നീളത്തിന് അങ്ങനെ കറക്റ്റ് ഒരു അളവൊന്നും പറയാനായിട്ടില്ല. പിന്നെ അത് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയപ്പോൾ ഒരു 11-12 സെൻറ്റിമീറ്റർ അതിന് നീളം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഏത് നീളത്തിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരേ നീളത്തിൽ, അതായത് ഒരേ നീളത്തിൽ വരുന്ന 2 ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ റെഡ് കളറിലെ നൂല് സെയിം നേരത്തെ ചുറ്റിയതുപോലെ തന്നെ ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വയർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നീളത്തിലുള്ള, അതായത് വളവൊന്നുമില്ലാത്ത നീളത്തിലുള്ള വടിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈർക്കിലിയിൽ 2 ഈർക്കിലി ഒരുമിച്ച്. അപ്പോൾ നമ്മളിതാ ഒരേ നീളത്തിലുള്ള ആ വയറിൽ റെഡ് കളറിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. അത് 2 എണ്ണമാണ് വേണ്ടത്. പിന്നെ ചെറിയൊരു പീസിലും കൂടെ നമ്മൾ ഇതേപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ പീസ് ഒരു 4 സെൻറ്റിമീറ്ററൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളവ് കറക്റ്റായിട്ട് അങ്ങനെ അളവൊന്നും നോക്കണ്ട. ഞാനിതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു വീലിൻ്റെ പോർഷനകത്ത് അതിൻ്റെ ആ നടുക്ക് പോർഷനിൽ, മിഡിൽ പോർഷനിൽ 2 സൈഡിലും പശ തേച്ചിട്ട് ഈ വടി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ B7000 എന്ന് പറയുന്ന ഗമ്മാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ എടുക്കാം. അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ അതേ നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, അത് കറക്റ്റായിട്ട് ഒരു വീലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിങ്ങനെ ഉരുണ്ടൊക്കെ പോകുന്നുണ്ട്. ഞാനതൊക്കെ ജസ്റ്റ് അത് ഇളകി പോകുമോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ക്വയറിൽ, ഇതെന്തോ ഒരു ടോണിക്കോ എന്തോ വാങ്ങിച്ചപ്പോൾ വന്നൊരു
ബോക്സാണ്. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ വർക്കിനകത്ത് ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതായത് നല്ലൊരു ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. നിങ്ങളപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ട് അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ എടുത്ത ബോക്സിൻ്റെ ഒരു പകുതി പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴത്തെ പോർഷൻ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ മേളിലേക്ക് കുറച്ചിങ്ങനെ ഒരു കർവ് ഷേപ്പിൽ, അതായത് ഒരു ആർച്ചിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ഒന്നും കട്ട് ചെയ്യാതെ വെറുതെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ അതൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പം നമ്മളിതാ അകത്തേക്ക് മടക്കി വെച്ചിരിക്കുന്ന പോർഷന് നമ്മൾ കട്ട് ചെയ്ത് കളയും. അത് കുറച്ച് താഴ്ത്തി കട്ട് ചെയ്യണം. അപ്പോൾ ആ പുറകിലത്തെ പോർഷൻ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് അതിനകത്ത് നമ്മൾ ത്രെഡ് ചുറ്റിയെടുക്കും. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബോക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ, അതായത് കോൾഗേറ്റിൻ്റെയൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ, അതെടുത്താലും മതി. അപ്പോൾ ഇനി അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ത്രെഡ് തന്നെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതാ നൂലൊക്കെ കറക്റ്റായിട്ട് നീറ്റായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സ് നമ്മുടെ വണ്ടിയുടെ മിഡിൽ പോർഷനിലായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ പശ ഉപയോഗിച്ച് തന്നെയാണ് ഇത് അവിടെ പ്ലേസ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ല ഫെവിക്കോളാണ് കയ്യിലെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ വേറെ ഉള്ള പശകളാണെന്നുണ്ടെങ്കിൽ ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനുള്ളൊരു സമയം നിങ്ങൾ കൊടുത്താൽ മതി. ഞാനിവിടെ B7000 ആണ് എടുക്കുന്നത്. അപ്പോൾ അത് ഗമ്മ് തേച്ചതിന് ശേഷം കുറച്ച് സമയം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചരിഞ്ഞൊന്നും പോവാതെ നല്ല കറക്റ്റായിട്ട് നമ്മൾ ഏത് രീതിയിലാണോ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് അതിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കൈകൊണ്ട് കുറച്ച് സമയം ഒന്ന് പിടിച്ച് ഇരുന്നാൽ മതി. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും പശ തേക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തുകൂടെ പിടിച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മളത് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ നീളത്തിൽ നൂല് ചുറ്റി വെച്ചിരുന്ന ആ വയറിൻ്റെ പീസ് ഉണ്ടല്ലോ, അതാണ് ഇനി നമുക്ക് വേണ്ടത്. അത് ദേ ഈ കാണുന്ന പോലെ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ പെട്ടിയുടെ, അതായത് ആ ഒരു ബോക്സിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഒരെണ്ണം പിടിപ്പിക്കേണ്ടത്. അതേപോലെ അടുത്ത സൈഡിൽ മറ്റേതും പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ 2 പീസും ഒട്ടിച്ച്, അതായത് ഗമ്മ തേച്ച് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒട്ടാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ആ ഒരു കാലതാമസം മാത്രമാണ് ഇതിനെടുക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് നിങ്ങളിൽ ഇത് കാണുന്ന ഒരാൾ അല്ലെങ്കിൽ 2 പേരെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് ഞാനിതെല്ലാം കുറച്ച് സമയമെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് ആ ഒരു പീസ് അത് ഒട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ ആ വീല് ഈ ഫ്രണ്ടിലായിട്ട് ഇതേ രീതിയിൽ ഇതും പശ വെച്ച് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ രീതിയിൽ. ഇതിപ്പോൾ ഞാനൊരു സൈക്കിളായിരുന്നു ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ സൈക്കിളാണോ അതോ ഉന്തുവണ്ടിയാണോ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ പാഴ്വസ്തുക്കളായിട്ട് കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന ഇതിനകത്തുനിന്ന് തന്നെയാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിനി കളയാൻ വേസ്റ്റ് ഒന്നും കാണത്തില്ല. ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള ഷോക്കേസ് പീസുകളൊക്കെ ആക്കി നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ആ ഫ്രണ്ടിലത്തെ വീലും കൂടെ നമ്മൾ പശ തേച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെയ്തൊക്കെ തുടങ്ങുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നല്ല ഫിനിഷിങ്ങിലൊക്കെ വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ എന്തായാലും ചെയ്തു വന്നപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ആ ഫ്രണ്ടിൽ ഒരു ഹാൻഡിൽ പോലെ ഒരു ഇത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ എടുത്തത് ഈ വയറിൻ്റെ പീസല്ല, നമ്മുടെ ഈർക്കിലിയെ തന്നെയാണ് ഈ നൂല് ചുറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റെഡ് കളറിലെ നൂല് തീർന്നു പോയി. അപ്പോൾ ഞാൻ നമ്മുടെ ക്രീം കളറിലതും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിനകത്ത് ചുറ്റി വെച്ചിരിക്കുന്നത്.
ഈ വർക്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ത്രെഡ് മാത്രമാണ്. അപ്പോൾ ഈ ത്രെഡ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വേസ്റ്റായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തുണിയിൽ നിന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ തുണി ഇതിൽ ചുറ്റിയെടുത്താലും നമുക്ക് വൃത്തിയായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിലിരുന്ന പശയൊക്കെ തീരാറായിരുന്നു. ഞാനത് ഞെക്കിപ്പിഴിഞ്ഞാണ് ഈ വർക്കിന് വേണ്ടിയിട്ട് മൊത്തം എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പശ തേച്ചിട്ട് നന്നായിട്ട് ആ ഹാൻഡിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ പശ തേച്ച് ഒട്ടിക്കണം. പശ തേക്കുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ പിശുക്കാൻ പാടില്ല. കാരണം ഇത് എന്താ പറയുക, പശ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ടുപോകും. അപ്പോൾ പശ മാത്രം കുറച്ച് കാര്യമായിട്ടൊന്ന് തേച്ച് വയ്ക്കുക. അപ്പോൾ അതേ ആ 2 പീസും നമ്മൾ അതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചെറിയ പീസ് നമ്മുടെ സൈക്കിളിൻ്റെ ഒരു ഹാൻഡിൽ വരുമല്ലോ, ആ ഒരു പോർഷനിൽ ചെറിയൊരു പീസ്, അതും 2 ഈർക്കിലി ഒരുമിച്ച് വെച്ചിട്ട് അതേലാണ് ചുറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഈർക്കിലിയുടെ നീളം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നീളത്തിൽ വെച്ചിരിക്കുന്നത് ഒരു 8 സെൻറ്റിമീറ്റർ വരും, രണ്ടും ഒരേ നീളത്തിൽ തന്നെ. പിന്നെ ഹാൻഡിൽ ഒരു 4-5 സെൻറ്റിമീറ്റർ അത്രേ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് ഉള്ള ഒരു കൊട്ടയാണ്. അപ്പോൾ അത് നമ്മൾ ബാക്കിൽ വെച്ചിരിക്കുന്നതിനേക്കാളും ചെറുതാണ് എടുക്കേണ്ടത്. ഞാൻ അതിനിവിടെ നമ്മുടെ കോൾഗേറ്റിൻ്റെ ആ ഒരു പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലും സെയിം ആയിട്ട് നമ്മുടെ ത്രെഡ് തന്നെ ചുറ്റി എടുക്കുന്നുണ്ട്. ബാക്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് ഇതും കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിലേക്കാളും കുറച്ചും കൂടി ചെറുതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആ ഒരു റെഡ് നൂല് ആ ഒരു പീസും കൂടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ടൊരു ചെറിയ കെട്ടുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊട്ടയും നമ്മളിതേ പശ തേച്ച് അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പം നമ്മുടെ സൈക്കിൾ വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഫിനിഷിങ്ങിൽ ഇത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എനിക്ക് ഇതിനകത്തൊരു പോരായ്മ തോന്നിയത് നമ്മുടെ ആ ബോക്സിൻ്റെ അവിടെ ആ കട്ട് ചെയ്ത പോർഷനിൽ അവിടെ ഒന്ന് ഒരു ഫിനിഷിങ് ഒരു കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലോ, ആ സാധനമാണത്. ഇത് പഴയ ഞാൻ ഏതോ ഡ്രസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് തപ്പിയപ്പോൾ കിട്ടിയതുകൊണ്ട് മാത്രം അത് അതിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ 2 കൊട്ടയുടെയും സൈഡിലായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗോൾഡൻ കളറിലെ ബീഡ്സ് എടുത്തിട്ട് നമ്മുടെ ഈ വീലിൻ്റെ സൈഡിൽ, ഇതെല്ലാം ഇവിടെ ഇരുന്നതാണ്, ഞാൻ ഇതിന് വേണ്ടിയിട്ട് പൈസ മുടക്കി വാങ്ങിയതൊന്നുമല്ല, ഡ്രസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇനി ഇതൊന്നും കയ്യിലില്ലല്ലോ എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഞാൻ പഴയത് എൻ്റെത് ഇവിടെ ഇരുന്നത് കൊണ്ട് അതൊന്ന് ഒട്ടിച്ച് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ബാക്കിലെ കൊട്ടയിലും ചെയ്തിട്ടുണ്ട്, അതേപോലെ ഫ്രണ്ടിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ക്യൂട്ട് വണ്ടിയാണ് ഇവിടെ കിട്ടിയത് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഇതിനകത്തൊരു കുറവ് തോന്നിയത് നമ്മുടെ കൊട്ടയുടെ ഉള്ളിലെ പോർഷൻ ഇങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന അക്രിലിക്കിൻ്റെ ഒരു പെയിൻറ് എടുത്തിട്ട് അതിൻ്റെ അകത്തൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡാണ് അടിച്ചത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അടിച്ചില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഏകദേശം എല്ലാം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ അത് ഒരു ഫിനിഷിങ്ങിൽ തന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയ പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ അത് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രണ്ടിൽ ബോക്സിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ചെറിയ പൂക്കളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്കിലെ ഇതിനകത്ത് ഞാൻ ഇടുന്നത് വലിയ പൂക്കളാണ്. ഈ പൂക്കൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ എൻ്റെ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കളൊക്കെ വെച്ചിട്ടുള്ള വണ്ടി? അപ്പോൾ അത് അത്യാവശ്യം എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.